നാളെ കാലവർഷം എത്തില്ലെന്ന് IMD ഡയറക്ടർ നീത കെ ഗോപാൽ. വരുന്ന ആഴ്ച തന്നെ കാലവർഷം എത്താനാണ് സാധ്യതയെന്നും ഡിസംബർ വരെ എൽ നിനോ പ്രതിഭാസം നീളുന്നതിനാൽ ഇത്തവണ കാലവർഷം ദുർബലമായിരിക്കുമെന്നും IMD ഡയറക്ടർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും സനിസ ശോഭാചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ്. മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. അപ്പോൾ നാളെ കാലവർഷം എത്തുമോ എന്നതാണ് അടുത്ത ചോദ്യം. നമ്മുടെ കൂടെ IMD ഡയറക്ടർ നീത കെ ഗോപാൽ ചേരുന്നുണ്ട്. നാളെ കാലവർഷം എത്തുമോ? മൺസൂൺ ഓൺസെറ്റായി അല്ലെങ്കിൽ കാലവർഷം കേരളത്തിൽ എത്തി എന്ന് പറയുന്നതിൽ തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കേരളത്തിൽ നമുക്ക് കിട്ടുന്ന മഴയുടെ ഒരു അളവെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ വടക്കൻ കേരളത്തിൽ മഴ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ മഴ കൂടുതലും മധ്യ കേരളത്തിലായിരുന്നു പെയ്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അത് 2 ദിവസം അടുപ്പിച്ച് വരികയാണെങ്കിൽ രണ്ടാമത്തെ ദിവസമാണ് മൺസൂൺ കാലവർഷം കേരളത്തിൽ എത്തിയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു റെയിൻഫാളിൻ്റെ ഒരു ക്രൈറ്റീരിയ, അതായത് ഒരു 8 സ്റ്റേഷനുകളിൽ കൂടുതലെങ്കിലും 2.5 മില്ലിമീറ്ററെങ്കിലും ഏറ്റവും ചുരുങ്ങിയ മഴ പെയ്യണം എന്നാണ്. അത്രയും സ്റ്റേഷനുകളിൽ ഇന്ന് മഴ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വരുന്ന ആഴ്ചയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഉണ്ടാവും, വരുന്ന ആഴ്ച ഉണ്ടാവും. കാരണം മൺസൂൺ കറണ്ട് നമുക്ക് കേരളത്തിൽ ഇപ്പോൾ ഈ മഴ കിട്ടുന്നത് തന്നെ പടിഞ്ഞാറൻ കാറ്റിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ്. ഈ പടിഞ്ഞാറൻ കാറ്റ് ചുരുങ്ങിയത് ഒരു 4.5 കിലോമീറ്റർ ഉയരത്തിലെങ്കിലും വരെ കാണണം എന്നാണ്. അപ്പോൾ നമുക്ക് താഴെ നിലകളിൽ പടിഞ്ഞാറൻ കാറ്റുണ്ട്, അറബിക്കടലിൽ നമുക്ക് നീരാവി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ മഴ കിട്ടുന്നത്. ഈ ഇടിമിന്നൽ കാരണമുള്ള മരണങ്ങൾ കൂടുതലായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശം പ്രത്യേകമായിട്ട് ഇടിമിന്നൽ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശമുണ്ട്, എന്തെങ്കിലും പ്രത്യേകമായിട്ട് നൽകാനുണ്ടോ? ഇടിമിന്നൽ വേനൽ മഴയോടൊപ്പം ഇടിമിന്നൽ എന്ന് പറയുന്നത് ഏറ്റവും വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടല്ലോ. പിന്നെ ഇപ്പം നമ്മൾ മൺസൂൺ തുടക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഇടവിട്ടുള്ള മഴ പെയ്യുമ്പോൾ, അതായത് കുറച്ച് ദിവസം മഴ പെയ്തു പിന്നെ മഴയൊന്ന് മാറി നിന്നു, അപ്പോൾ കുറച്ച് ദിവസം നമുക്ക് വെയിലും ചൂടും ഒക്കെ ആയി, പിന്നെ മഴ വരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വീണ്ടും ഇടിമിന്നലിനുള്ളൊരു സാഹചര്യമുണ്ട്. അത് കാലവർഷം ഒന്ന് വിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്യുമ്പോൾ അപ്പോഴും ഈ ഇടിമിന്നലോട് കൂടിയൊക്കെ ആയിരിക്കാം മഴ വരുന്നത്. അപ്പോൾ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നമ്മൾ തുടർച്ചയായി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഒരുപക്ഷെ ആ കാലവർഷം ഒരു ടിപ്പിക്കൽ കാലവർഷം മൺസൂൺ കാലാവസ്ഥ എന്ന് പറയില്ലേ, ആ ഒരു സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയങ്ങളിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ നമുക്ക് ജൂലൈയിൽ നമ്മൾ മഴയില്ലാതിരുന്ന സമയത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടി തന്നെയാണ് മഴ വീണ്ടും തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതെ, അത്തരത്തിൽ എൽ നിനോ പ്രതിഭാസം ഡിസംബർ വരെ നിലനിൽക്കും. നാളെ എന്തായാലും കാലവർഷം എത്തില്ല. കാലവർഷം വരുമ്പോൾ തന്നെ അത് ദുർബലമായിരിക്കുമെന്നാണ് IMD ഡയറക്ടർ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ രതീഷ് കട്ടേലയ്ക്കൊപ്പം സനിസ ശോഭാചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.